പരിചയപ്പെടുത്ത ഞാൻ ഉമർ ഉസ്താദായിരുന്നു. 5 വർഷം മുന്നേ മകളാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. റിസൾട്ട് കിട്ടി നല്ല പ്രൊഡക്റ്റാണ് ബോധ്യപ്പെട്ടു. പിന്നീട് എനിക്കറിയേണ്ട കാര്യം, ഇത് ഉസ്താദൊക്കെ ആയതുകൊണ്ട് മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് ഇത് ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ ചോദിക്കല്ലോ. അപ്പോൾ ഓൺലൈൻ വഴി എല്ലാ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന എല്ലാ ഉസ്താദുമാരുടെയും വീഡിയോ കണ്ടു ഫസ്റ്റ്. അപ്പോൾ അവരൊക്കെ കുറ്റം പറയുന്നുണ്ട്. കുറേ ഉസ്താദുമാർ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ കുറ്റം പറയുന്നതൊക്കെ ഏതാണ്? മണിച്ചേനെ കുറിച്ചിട്ട്, MLM-നെ കുറിച്ചിട്ട് അവർക്ക് ആർക്കും ഒരു കഥയില്ല. അപ്പോൾ ഞാൻ നേരത്തെ എഴുതി വെച്ചു, ഈ ആരോപണങ്ങളൊക്കെ എഴുതി വെച്ച സമയത്ത് എൻ്റെ അപ്ലൈൻ ലീഡർ ഇതൊന്നും എന്നോട് പറഞ്ഞില്ല. കാരണം മൈലേജിൻ്റെ ഇതൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ഒരു ഉസ്താദിൻ്റെ സംസാരം കണ്ടു. അത് പിന്നെ മണിച്ചേനെ കുറിച്ചിട്ടാണ്. മണിച്ചേനുള്ള ഉറപ്പല്ലേ, മറ്റുള്ളവരുടെ പണം അത് പിടിച്ചു പറിച്ചിട്ടും കബളിപ്പിച്ചിട്ടും വഞ്ചിച്ചിട്ടും കിട്ടുന്നതല്ലേ. ഇത് നേരത്തെ ധാരാളം ഉസ്താദ് പറഞ്ഞല്ലോ, ഇത് പണിയെടുക്കാതെ കിട്ടുന്ന മുതലല്ല എന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പഠിച്ച് രണ്ടാമത് വേറൊരാൾ കണ്ടു. അങ്ങനെ 2-3 കേസറ്റ് കിട്ടു. അതിൽ നിന്നും വ്യത്യസ്തമായി മൈലേജ് വ്യത്യസ്തമാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ സജീവമായി ഇറങ്ങിയതിന് ശേഷം പിന്നെ അന്ന് ഇപ്പോഴാണ് ലീഗലി എന്നൊക്കെ സാർമാരൊക്കെ കൂടി പഠിച്ചത്. അന്ന് പോലീസ് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയത്. അപ്പോൾ പോലീസ് പിടിച്ചു കൊണ്ടുപോകില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം പ്രൊഡക്റ്റാണ്, വെൽനസ് പ്രൊഡക്റ്റാണ്, ആർക്കും കൊടുക്കാൻ മരുന്നല്ല എന്നുള്ള ബോധ്യപ്പെട്ടു. അതിനിടയ്ക്കുണ്ട് ഒരു തമാശ പറഞ്ഞില്ല, നേരെ വർക്കിലേക്ക് ഞാൻ ഈ തുടക്കത്തിൽ ഇതിലേക്ക് ഇറങ്ങിയ പാടെ എൻ്റെ വീട്ടിൽ ഒരു സൂമിൽ ക്ലാസ് ഒക്കെയാണ്. സൂട്ടും കോട്ടും ടൈയൊക്കെ ഇട്ടിരുന്നു, പക്ഷെ കള്ളിത്തുണി അവൾക്ക് സ്ഥലമല്ലേ. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പോലീസ് വണ്ടി വീടിൻ്റെ മുന്നിൽ ആകെ പെട്ടു. കാരണം പോലീസ് പിടിക്കാന്നല്ലേ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ അവസാനം ഓണടിച്ചപാട് ഞാൻ ഈ കൂട്ടും സ്വന്തവും കള്ളിത്തുണി അറിയില്ല ഇറങ്ങി ഓടി. അപ്പൊ പോലീസുകാരൊക്കെ ചിരിക്കുന്നു, എല്ലാം ചിരിക്കുന്നു. അപ്പൊ എന്താ ചിരിക്കുന്നതെന്ന് വെച്ചാലോ, ഒന്നുമില്ല, നിങ്ങൾ കോല കണ്ടിട്ട് ചിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞേ, ഞാനിങ്ങനെ MLM ചെയ്യുന്നുണ്ട്. അപ്പൊ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുള്ള പഠനത്തിലാണ് ഞാൻ ഉള്ളത്. ആ സമയത്താണ് നിങ്ങൾ വരുന്നതോ. അപ്പൊ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. സാറെ പിടിക്കാനല്ല, എന്താ സംഭവം എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അന്നേരം പേര് ചേർക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും അവരോട് പ്ലാൻ പറയാൻ 2 മിനിറ്റ് കിട്ടിയാൽ മതി, ഞാൻ അവരോട് കിട്ടുന്ന രീതിയിൽ പ്ലാൻ പറയും. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു, അവർ നേരെ വേറൊരാളെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അന്വേഷിച്ച് അവർ പോയി. അപ്പോൾ ഈ ഒരു സാഹചര്യം അന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഞാൻ മൈലേജിലേക്ക് വന്നേരം ഞാൻ ചെയ്തത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു, ഗവൺമെൻറ് അംഗീകൃതമാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പം ഞാൻ നേരത്തെ പഠിച്ച ഒരു ആശയമുണ്ട്, ഒരു കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് ആൺകുട്ടിയായി ആ കാര്യത്തിൽ പ്രവർത്തിക്കും. ഏത് വിഷയമാണ് ആ വിഷയം ശരിയാണ്, ഞാൻ പോകുന്ന വഴി ശരിയായ വഴിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ അമ്മായിക്കളി കളിക്കരുത്. പിന്നെ അവിടെ മുന്നോട്ട് ഇറങ്ങി പോയിക്കൊള്ളണം, എടോ നോക്കണം, കഥ നോക്കണം. ഞാൻ ആ സിസ്റ്റത്തിൽ നേരത്തെ നാരായണ ഉസ്താദ് പറഞ്ഞില്ലേ, എന്നെ കൂറ്റി വളർത്തി. ഞാൻ ഒരു സമയത്ത് അദ്ദേഹത്തിന് ക്ലാസ് എടുത്ത് കൊടുത്തില്ല. എന്നെ കൊണ്ട് ഒരു സഹായം ഒരാളെ പോലെ ഞാൻ അപ്ലൈൻ ആയിട്ട് കൊടുത്തില്ല. ഒരു ക്ലാസ് ഞാൻ എടുത്ത് കൊടുത്തില്ല. മുമ്പ് എനിക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുത്തിട്ടില്ല. കാരണം എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നേരം മലയാളം ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ. അപ്പം മലയാളം മെസ്സേജ് അയക്കുന്നേരത്തിൽ PM അവിടെ അതല്ല ഇതാണ്, മറ്റേ അതല്ല ഇതാണ്, ഞാൻ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ താരനസ്കാരോട് പറയും, സാർ നിങ്ങളെ തിരുത്തി നിങ്ങൾ ഗ്രൂപ്പിൽ അയച്ചോളി, എന്നെ കൊണ്ട് ഇങ്ങനെ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. കാരണം എനിക്കത് പഠിക്കാൻ പോകാൻ നേരം കിട്ടിയില്ല, പഠിച്ചിട്ടുമില്ല. അപ്പൊ അവിടുന്ന് ഞാൻ ചെയ്യും കൂടുതൽ. ഇപ്പൊ ജെമിനി വന്നതിന് ശേഷം ജെമിനിനോട് ചോദിക്കും. അപ്പൊ ജെമിനി പറയുന്നത് ശരിയോ തെറ്റോ അറിയില്ല, അത് അപ്പാടെ ഞാൻ ചെയ്യും, പോക്കിട്ട് വിടും. അപ്പൊ ഞാൻ താരാനുസ്താദിനോട് ഈ ബിസിനസ് പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അതിന്റെ കാര്യഗൗരവങ്ങളൊന്ന് മനസ്സിലാക്കി. രണ്ടാമത് കുറച്ചായിട്ട് പോയാലോ പിന്നെ എന്നോട് ഞാൻ പരിപാടി ഒന്നുമില്ല, ഞാൻ എനിക്ക് പോവുകയാണ്, ഞാൻ പോയ ഫീൽഡിൽ തന്നെ പോവുകയാണ്, എനിക്ക് വരുമാനം കിട്ടും. അപ്പോൾ അവൻ താരാനുസ്താദ് നിങ്ങൾ ദേഷ്യം പിടിക്കില്ലേ, കുറച്ചും കൂടി നിങ്ങൾ സപ്പോർട്ടായിട്ട് നിൽക്ക്, ക്ഷമിച്ച് നിൽക്ക്. അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് വലിയ റാങ്കിലെത്താം. ഉമർ ഉസ്താദ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞ ആ നിപ്പാണ് ഇപ്പോൾ NTC-യിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് NTC-യിലേക്ക് വരാൻ 3-4 ആൾക്കാർ റെഡിയാണ്. മറ്റേ ഭാഗത്ത് NTC എൻ്റെ പുതല ചേറൂസാർ വന്നിട്ടുണ്ട്. അപ്പോൾ ചേറൂസാർ വന്നേരം കമ്പനിയുടെ പൊതുവിലൊരു സിസ്റ്റം ഉണ്ട്, എന്നോട് തന്നെ NTC-യിൽ നിൽക്കേണ്ട ഒരാൾ വന്നില്ലേ. അപ്പോൾ CTC-യിലേക്ക് പോകാൻ പിന്നെ കമ്പനിയുടെ പിന്നെ ബിസിനസ് മൂല്യം എന്നെ അതിലേക്കാണ് ഉയർത്തുന്നത്. ഏതായാലും ഈ ഒരു സംസാരമായിരിക്കും NTC-യിൽ അവസാനമായിട്ടുള്ള സംഭവം. CTC-യിലേക്ക് പോകണം, വളരെ സിമ്പിളാണ്. എന്നാൽ പിടിച്ചു പറയാൻ കബളിപ്പിക്കലോ വഞ്ചനയോ ഒന്നുമില്ല, ധൈര്യമായി ആർക്കും ചെയ്യാൻ. പല ഉസ്താദുമാരെയും കാണുന്നുണ്ട്, അറിയാതെ പഠിക്കാതെ എന്തെങ്കിലും നമ്മൾ പറയില്ല. എന്ത് കാര്യം പറയുകയാണെങ്കിലും
മാത്രമല്ല ഇത് തെറ്റാണെന്ന് പറയുന്നതിന് നമ്മൾ ചിന്തിക്കാത്ത ഓരോ ബുദ്ധിമുട്ടുണ്ട്. പല ആളുകൾ ഇത് തെറ്റാണെന്ന് പറയുന്നതിനോ ഈ ബിസിനസ് കോടിക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ശരിയായ വരുമാനത്തോടല്ല ബിസിനസ് ചെയ്യുന്നതും അവരെ വയറ്റിലേക്ക് ശരിയായ വരുമാനത്തോടു കൂടിയല്ല അവർ ഭക്ഷിക്കുന്ന ഭക്ഷണമൊന്നും നമ്മൾ അവരെ കുറിച്ച് കുറ്റപ്പെടുത്താണ്. അത് നമ്മൾ ആലോചിക്കണം. ഇത് ഇല്ലാത്ത ആരോപണം ഉണ്ടാക്കി പറയുന്നേരം ഈ ആളുകൾ മുഴുവൻ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് എന്നുള്ള ആരോപണം ഇതിനേക്കാൾ വലിയ ആരോപണമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ശരിയായ വഴിയാണെന്ന് ബോധ്യപ്പെടുക. അത് ബോധ്യപ്പെട്ടാൽ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുക, വളരെ സജീവമായി മുന്നോട്ട് പോവുക. ഞാൻ NDC-യിലേക്ക് വന്ന് ആ മാസമാണ് പെർഫോമൻസ് ബോണസ് തുടങ്ങിയത്. ഇനി ഈ മാസം കൂടി പെർഫോമൻസ് കിട്ടിയാൽ, അതായത് NDC-യിലേക്ക് വന്ന അന്ന് മുതൽ ഈ കഴിഞ്ഞ മാസം വരെ സ്ഥിരമായിട്ട് ഒരു മാസം മുടങ്ങാതെ പെർഫോമൻസ് വാങ്ങിയിട്ട് എനിക്ക് ഒരു മാസം പെർഫോമൻസ് വാങ്ങും, അവസാനത്തെ പെർഫോമൻസ്. പക്ഷേ ഒരു സങ്കടമല്ല, എന്താണ് CTC-യിലേക്ക് അത് പെർഫോമൻസ് ഇല്ല. എന്നാലും റാങ്ക് ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകല്ല, അഭിമാനമല്ലേ. ഏതായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, ആർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ എൻ്റെ വീട്ടിൽ നേരത്തെ പറഞ്ഞ TC ലീഡർ എൻ്റെ ഒപ്പം ഡ്രൈവറായി വന്ന ആളാണ്. അദ്ദേഹം എന്ത് ചെയ്ത് ഇന്ന് TC ആയിട്ട് ഇങ്ങോട്ട് കയറുന്ന വിളിച്ചിട്ട് പുറത്തുനിന്നായിരുന്നു. ഞാൻ പറഞ്ഞ ആരും വിളിക്കലും മൂക്ക് ഒരിക്കൊന്നുമില്ല, പക്ഷെ ജ്യേഷ്ഠൻ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ വിളിപ്പിച്ചു. അപ്പൊ ആ രീതിയിൽ ഏത് നിലയ്ക്ക് നമ്മളെ അവസരം വരുന്നതിന് അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ആ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും നമ്മളെ ഒപ്പം വന്നാർക്കും വിജയിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. 100% ഒരാളെ പറ്റിക്കാതെ വന്നിക്കാതെ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കുക. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയിക്കുന്നു.